മാത്സ് ലേണിംഗ് കോർണറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ ചെയ്യുന്നത് 10ാം ക്ലാസ്സിലെ മാത്സ് സെക്കൻഡ് ലെസൺ സർക്കിൾസ് അഥവാ വൃത്തങ്ങൾ എന്ന പാഠത്തിലെ സെക്കൻഡ് വീഡിയോ ആണ്. ഫസ്റ്റ് വീഡിയോയിൽ 2 ക്വസ്റ്റ്യൻസ് ചെയ്തു. അപ്പൊ ഈ വീഡിയോയിൽ നമ്മൾ അടുത്ത 3, 4 ക്വസ്റ്റ്യൻ ചെയ്യുകയാണ്. ഈ വീഡിയോ കാണുന്നവരുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. നമുക്ക് തുടങ്ങാം. ഒന്നാമത്തെ ചോദ്യം വായിക്കാം, നോക്കുക. വശങ്ങളുടെ നീളം 5 സെന്റിമീറ്റർ, 12 സെന്റിമീറ്റർ, 13 സെന്റിമീറ്റർ. കണ്ടോ, വശങ്ങളുടെ നീളമാണ് 5 സെന്റിമീറ്റർ, 12 സെന്റിമീറ്റർ, 13 സെന്റിമീറ്റർ ആയ ത്രികോണത്തിന്റെ ഓരോ വശവും വ്യാസമായി വൃത്തം വരച്ചാൽ, കണ്ടോ, ഈ ത്രികോണത്തിന്റെ ഓരോ വശവും വ്യാസമായി നമ്മൾ വൃത്തം വരയ്ക്കുകയാണ്. ത്രികോണത്തിന് 3 വശങ്ങളുണ്ട്. ആ 3 വശവും വ്യാസമായിട്ട് വൃത്തം വരയ്ക്കും. അപ്പോ മൂന്നാം മൂല വൃത്തത്തിന്റെ എവിടെയായിരിക്കും എന്ന് കണ്ടുപിടിക്കുക. ഈ വ്യാസത്തിൽ 2 മൂലകൾ വരുമല്ലോ, അപ്പൊ മിച്ചം ഒരു മൂല വരത്തില്ലേ? ആ മൂന്നാം മൂല എവിടെയായിരിക്കും, അതിന്റെ സ്ഥാനം എവിടെയായിരിക്കുമെന്ന് കണ്ടുപിടിക്കുക. ഇതാണ് മലയാളത്തിലെ ചോദ്യം. നമുക്കിനി ഇംഗ്ലീഷ് വായിക്കാം. ഇഫ് സർക്കിൾസ് ആർ ഡ്രോൺ, ഈച്ച് സൈഡ് ഓഫ് എ ട്രയാങ്കിൾ ഓഫ് സൈഡ്സ് 5 സെന്റിമീറ്റർ, 12 സെന്റിമീറ്റർ ആൻഡ് 13 സെന്റിമീറ്റർ. കണ്ടോ, സർക്കിള് വരയ്ക്കണം. 3 സൈഡ്സ് എങ്ങനെയായിരിക്കണം? 5 സെന്റിമീറ്റർ, 12 സെന്റിമീറ്റർ, 13 സെന്റിമീറ്റർ ആസ് ഡയമീറ്റേഴ്സ്. കണ്ട, ഈ ഓരോ സൈഡ്സും എടുത്ത് ഡയമീറ്റർ വരയ്ക്കുകയാണെങ്കിൽ then with respect to each circle, അങ്ങനെ ഓരോ സർക്കിളിനെയും വെച്ച് നോക്കുമ്പോൾ where would be the third vertex, അതിന്റെ തേർഡ് വെർട്ടെക്സ് എവിടെയായിരിക്കും? കാരണം 2 വെർട്ടെക്സ് ആ ഡയഗണലിന്റെ 2 എൻഡിലായിട്ട് പോകും. അപ്പൊ ഒരു ട്രയാങ്കിളിൽ മൊത്തം 3 വെർട്ടെക്സ് ആണല്ലോ ഉള്ളത്. അപ്പൊ അതിലെ മൂന്നാമത്തെ വെർട്ടെക്സ് വൃത്തത്തിനകത്താണോ, വൃത്തത്തിന് പുറത്താണോ, വൃത്തത്തിലാണോ എന്ന് കണ്ടുപിടിക്കണം. അതാണ് ചോദ്യം. നമുക്ക് ചെയ്യാം. നമുക്ക് ഈ പറഞ്ഞ അളവുകൾ വെച്ചുകൊണ്ട് ഒരു ത്രികോണം വരയ്ക്കാൻ നോക്കാം. ഈ ത്രികോണം മട്ടത്രികോണം ആണോ എന്ന് നമുക്കറിയില്ല. അതായത് 5, 12, 13. അപ്പൊ ആദ്യം ഇത് മട്ടത്രികോണമാണോ എന്ന് നമ്മൾ പരിശോധിക്കണം. എന്തിനാണ് പരിശോധിക്കുന്നത്? മട്ടത്രികോണമാണെങ്കിൽ ഒരു ആംഗിൾ 90 ഡിഗ്രി ആവും. ഓക്കെ, അപ്പൊ 90 ഡിഗ്രി ആണെങ്കിൽ വൃത്തത്തിൽ തന്നെ ആയിരിക്കും, അങ്ങനെയല്ലേ? മാത്രമല്ല, മട്ടത്രികോണമാണെങ്കിൽ റൈറ്റ് ട്രയാങ്കിൾ ആണെങ്കിൽ ഒരു ആംഗിൾ 90 ഡിഗ്രി ആവും, ബാക്കി 2 ആംഗിൾ അക്യൂട്ട് ആംഗിൾ ആയിരിക്കും. ഒരു മട്ടത്രികോണത്തിന്റെ മട്ടത്രികോണത്തിന്റെ ഒരു കോൺ 90 ഡിഗ്രി ആണെങ്കിൽ ആ 90 ഡിഗ്രി ഒഴികെയുള്ള മറ്റ് 2 കോണുകൾ തീർച്ചയായും ന്യൂനകോണുകളായിരിക്കും, അഥവാ അക്യൂട്ട് ആംഗിൾസ് ആയിരിക്കും. കാരണം ഇത് 90, ഈ 3 കോണും കൂടെ കൂട്ടുമ്പോൾ 150 കിട്ടണമല്ലോ. അപ്പൊ അത് ഒന്ന് 90 ആണെങ്കിൽ ബാക്കി 2 കൂടെ കൂട്ടുമ്പോഴാണ് 90 കിട്ടുന്നത്. അപ്പൊ ഓരോന്നും 90-ൽ താഴെയായിരിക്കും, തീർച്ചയായും താഴെയായിരിക്കും. അപ്പൊ ഇത് ആദ്യം റൈറ്റ് ട്രയാങ്കിൾ ആണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. എങ്ങനെയാണ് റൈറ്റ് ട്രയാങ്കിൾ ആണോ എന്ന് ചെക്ക് ചെയ്യുന്നത്? ഇതിലെ 2 ചെറിയ വശങ്ങളുടെ സ്ക്വയേഴ്സ് കൂട്ടുമ്പോൾ വലിയ വശത്തിന്റെ സ്ക്വയർ കിട്ടുകയാണെങ്കിൽ, കണ്ടോ, അതായത് 2 ചെറിയ വശങ്ങൾ ഇവിടെ ആരാണ്? 5ഉം 12ഉം ആണ് ചെറുത്, വലിയ വശം 13 ആണ്. അപ്പൊ ചെറിയ 2 വശങ്ങളുടെ സ്ക്വയേഴ്സ് കൂട്ടുമ്പോൾ വലിയ വശത്തിന്റെ സ്ക്വയർ കിട്ടുകയാണെങ്കിൽ അത് മട്ടത്രികോണമാണ്. കാരണം എന്താണ്? ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ഹൈപ്പോട്ടനീസ് സ്ക്വയർ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതായത് പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ സമം കർണം സ്ക്വയർ. അപ്പൊ പാദം സ്ക്വയറും ലംബം സ്ക്വയറും കൂട്ടുമ്പോൾ കർണം സ്ക്വയർ തന്നെ വരികയാണെങ്കിൽ ഇത് എന്താണ്? ഇത് മട്ടത്രികോണമാണ്, അല്ലെങ്കിൽ മട്ടത്രികോണമല്ല. നമുക്ക് ആദ്യം അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, 12 സ്ക്വയർ പ്ലസ് 5 സ്ക്വയർ. കണ്ടോ, ഇതിലെ 2 ചെറിയ വശങ്ങളുടെ സ്ക്വയേഴ്സ് നമ്മൾ കൂട്ടി നോക്കുകയാണ്. ഈസ് ഈക്വൽ ടു 12 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 144 ആണ്, പ്ലസ് 5 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 25 ആണ്. ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ 169 കിട്ടും. ആ 169 എന്ന് പറയുന്നത് ഇതിലെ മൂന്നാമത്തെ വശമായ 13ന്റെ സ്ക്വയർ ആണ്. കണ്ടോ, അപ്പൊ 169 എന്ന് പറയുന്നത് 13ന്റെ സ്ക്വയർ. അപ്പൊ ഇതൊരു മട്ടത്രികോണമല്ലേ? therefore ഇതിന് നമുക്കൊരു പേര് കൊടുക്കാൻ വേണമെങ്കിൽ ഇതിന് എ, ഇതിന് ബി, ഇത് സി എന്ന് പേര് കൊടുക്കാം. ABC ആണ്. therefore triangle ABC is a right triangle. കണ്ടോ, therefore ത്രികോണം ABC ഒരു മട്ടത്രികോണമാണ്. therefore ത്രികോണം ABC ഒരു മട്ടത്രികോണമാണ്. അപ്പൊ ഇത് മട്ടത്രികോണമാണെന്ന് നമ്മൾ ആദ്യം പ്രൂവ് ചെയ്തു. ഓക്കെ, അതുകൊണ്ട് കോൺ ബി എന്തായിരിക്കും? മട്ടത്രികോണമായതുകൊണ്ട് കോൺ ബി 90 ഡിഗ്രി ആയിരിക്കും. കാരണം അതിലെ ഏറ്റവും വലിയ വശത്തിന്റെ ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിൾ ആയിരിക്കും എപ്പോഴും റൈറ്റ് ആംഗിൾ. ഏറ്റവും വലിയ വശം 13 ആണല്ലോ, 13ന്റെ ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിൾ ബി അല്ലേ, അതുകൊണ്ട് ബി ആയിരിക്കും 90 ഡിഗ്രി. ഓക്കെ, അല്ലെങ്കിൽ കർണത്തിന്റെ ഹൈപ്പോടെന്യൂസിന്റെ ഓപ്പോസിറ്റ് കിടക്കുന്ന സൈഡ് ആയിരിക്കും റൈറ്റ് ആംഗിൾ. അതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് എടുക്കാം കോൺ ബി ആണ് 90 ഡിഗ്രി. മാത്രമല്ല
കോൺ എ കോൺ സി എന്നിവ ശരിയല്ലേ? ആംഗിൾസ് എ ആൻഡ് സി ആർ അക്യൂട്ട് ആംഗിൾസ്. ഉണ്ടോ? മാത്രമല്ല കോൺ ബി 90 ഡിഗ്രി വന്നു. മറ്റ് രണ്ട് കോണുകൾ കോൺ എയും കോൺ സിയും ന്യൂനകോണുകളും ആയിരിക്കും. ഉണ്ടോ? ആംഗിൾസ് എ ആൻഡ് സി ആർ അക്യൂട്ട് ആംഗിൾസ്. കോൺ എ സി എന്നിവ ന്യൂനകോണുകളും ആയിരിക്കും എന്നാണ് ഇവിടെ എഴുതുന്നത്. എ സി എന്നിവ ന്യൂനകോണുകളും ആയിരിക്കും. ഇത് മട്ടത്രികോണമാണ്, ഇത് ന്യൂനകോണുകളാണ്. ഓക്കെ, ഇനി നമുക്ക് ഉത്തരത്തിലേക്ക് കിടക്കാം. ഈ 13 സെന്റിമീറ്റർ വ്യാസമായി നമ്മൾ ഒരു വൃത്തം വരച്ചു. ഓക്കെ, അവര് ചോദ്യം അതാണല്ലോ, ഈ ട്രയാങ്കിളിന്റെ ഓരോ സൈഡ്സ് ഡയമീറ്റർ ആയിട്ട് വരച്ചാൽ, ഡയമീറ്റർ ആയിട്ട് ഒരു സർക്കിൾ വരച്ചാൽ അതിന്റെ തേർഡ് കോർണർ എവിടെയായിരിക്കും എന്നാണല്ലോ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമ്മൾ എ സി ഡയമീറ്റർ ആയി ഒരു വൃത്തം വരച്ചാൽ തീർച്ചയായിട്ടും അത് ബിയിലൂടെ കടന്നു പോകും. കാരണം കണ്ടോ, ബി 90 ഡിഗ്രി അല്ലേ? 90 ഡിഗ്രി ആണെങ്കിൽ വൃത്തത്തിലായിരിക്കുമല്ലോ. അപ്പൊ നമുക്ക് ആദ്യം എഴുതാം. ഇഫ് വി ഡ്രോ a circle with 13 centimeter side as diameter, അതായത് 13 സെന്റിമീറ്റർ വശമുള്ള 13 സെന്റിമീറ്റർ നീളമുള്ള വശം വ്യാസമായി ഒരു വൃത്തം വരച്ചാൽ, കണ്ടോ, 13 സെന്റിമീറ്റർ നീളമുള്ള വശം വ്യാസമായി ഒരു വൃത്തം വരച്ചാൽ, അപ്പൊ എ സി ആണ്. അതിലില്ലാത്ത മൂന്നാമത്തെ പോയിന്റ് തേർഡ് വെർട്ടെക്സ് ബി ആണല്ലോ. ബി എവിടെയായിരിക്കും എന്ന് പറയണം. ആ തേർഡ് വെർട്ടെക്സ് ആരാണ്? ബി വിൽ ബി ഓൺ ദ സർക്കിൾ. കണ്ടോ, ഇഫ് വി ഡ്രോ എ സർക്കിൾ വിത്ത് 13 സെന്റിമീറ്റർ സൈഡ് ആസ് ഡയമീറ്റർ, the third vertex B will be on the circle. മലയാളത്തിൽ പറയാം, 13 സെന്റിമീറ്റർ നീളമുള്ള വശം വ്യാസമായി ഒരു വൃത്തം വരച്ചാൽ മൂന്നാം ശീർഷമായ ബി വൃത്തത്തിലായിരിക്കും. മൂന്നാം ശീർഷമായ ബി വൃത്തത്തിലായിരിക്കും. ഓക്കെ, അടുത്തത് ഇഫ് വി ഡ്രോ എ സർക്കിൾ, ഇതുപോലെ തന്നെ എഴുതുക, ഈ അളവിൽ മാത്രം മാറ്റം വരും. എ സർക്കിൾ വിത്ത് 12 സെന്റിമീറ്റർ സൈഡ് ആസ് ഡയമീറ്റർ, ദ തേർഡ് വെർട്ടെക്സ് ആരായിരിക്കും? 12 സെന്റിമീറ്റർ വരച്ചാൽ തേർഡ് വെർട്ടെക്സ് എ ആയിരിക്കത്തില്ലേ? അപ്പൊ തേർഡ് വെർട്ടെക്സ് എ വിൽ ബി ഔട്ട്സൈഡ് ദ സർക്കിൾ. ഉണ്ടോ? 12 സെന്റിമീറ്റർ വ്യാസമായി, മലയാളത്തിൽ പറയാം, 12 സെന്റിമീറ്റർ നീളമുള്ള വശം വ്യാസമായി ഒരു വൃത്തം വരച്ചാൽ മൂന്നാം ശീർഷമായ എ വൃത്തത്തിന് പുറത്തായിരിക്കും. കണ്ടോ, എന്തുകൊണ്ട്? എ അക്യൂട്ട് ആംഗിൾ ആണ്, അതുകൊണ്ട് വൃത്തത്തിന് പുറത്തായിരിക്കും. ഓക്കെ, അടുത്തത് ഇഫ് വി ഡ്രോ എ സർക്കിൾ വിത്ത് 5 സെന്റിമീറ്റർ സൈഡ്, 5 സെന്റിമീറ്റർ സൈഡ് ആസ് ഡയമീറ്റർ, the third vertex എ ബി 5 സെന്റിമീറ്റർ എന്ന് പറയുമ്പോൾ എ ബി ആണല്ലോ. ഈ എ ബിയിൽ പെടാത്ത മൂന്നാമത്തെ വെർട്ടെക്സ് സി അല്ലേ? തേർഡ് വെർട്ടെക്സ് സി വിൽ ബി എവിടെയായിരിക്കും? സി എവിടെയായിരിക്കും? കണ്ടോ, സി അക്യൂട്ട് ആംഗിൾ ആയ കാരണം സിയും വൃത്തത്തിന് പുറത്താണ്. വൃത്തം ഇങ്ങനെയായിരിക്കും വരുന്നത്. ഞാനത് ചെറുതായിട്ട് വരച്ചിട്ടുണ്ട്. അപ്പൊ ആ വൃത്തത്തിന് പുറത്തായിരിക്കും. സി വിൽ ബി ഔട്ട്സൈഡ് ദ സർക്കിൾ, ഔട്ട്സൈഡ് ദ സർക്കിൾ. അപ്പൊ ഇതാണ് ഉത്തരം. ഉത്തരം എഴുതുന്നതെല്ലാം ഒരേ മോഡലിലാണ്. ഓക്കെ, അപ്പൊ ഇത് മലയാളം മീഡിയത്തിൽ പറയാം. ഇഫ് യു ഡ്രോ എ സർക്കിൾ വിത്ത് 5 സെന്റിമീറ്റർ സൈഡ് ആസ് ഡയമീറ്റർ, 5 സെന്റിമീറ്റർ നീളമുള്ള വശം
വ്യാസമായി വൃത്തം വരച്ചാൽ 5 സെന്റിമീറ്റർ നീളമുള്ള വശം വ്യാസമായി വൃത്തം വരച്ചാൽ മൂന്നാം ശീർഷമായ സി വൃത്തത്തിന് പുറത്തായിരിക്കും, അല്ലെ വൃത്തത്തിന് വെളിയിലായിരിക്കും. ഇതാണ് ഇതിന്റെ ഉത്തരം. അടുത്ത ചോദ്യം വായിക്കാം, എല്ലാവരും ശ്രദ്ധിക്കുക. ഞാനൊരു ചിത്രം തന്നിട്ടുണ്ട്. ചിത്രത്തിൽ ഒരു വര വ്യാസമായി ഒരു വൃത്തവും വരയുടെ പകുതി വ്യാസമായി ഒരു ചെറുവൃത്തവും വരച്ചിരിക്കുന്നു. ഒരു വര വ്യാസമായി ഒരു വലിയ വൃത്തവും വരച്ചിരിക്കുന്നു. ആ വ്യാസത്തിന്റെ പകുതി വ്യാസമായി ഒരു ചെറുവൃത്തവും വരച്ചിരിക്കുന്നു. വൃത്തങ്ങൾ കൂട്ടിമുട്ടുന്ന ബിന്ദുവിലൂടെ വലിയ വൃത്തത്തിൽ വരയ്ക്കുന്ന ഏത് ഞാണിനെ കണ്ടോ. അപ്പൊ വൃത്തങ്ങൾ കൂട്ടിമുട്ടുന്ന ബിന്ദുവിലൂടെ ഈ ചെറിയ വൃത്തവും വലിയ വൃത്തവും ജോയിൻ ചെയ്തുകൊണ്ട് ഒരു ഞാൻ വരയ്ക്കുക, ഒരു കോഡ് വരയ്ക്കുകയാണ്. വലിയ വൃത്തത്തിൽ വരയ്ക്കുന്ന ഏത് ഞാണിനെയും ചെറിയ വൃത്തം സമഭാഗം ചെയ്യും. അപ്പൊ ആ ചെറിയ വൃത്തം ആ ഞാണിനെ സമഭാഗം ചെയ്യുമെന്ന് തെളിയിക്കുക. ഇതാണ് മലയാളം മീഡിയത്തിലെ ചോദ്യം. ഇനി നമുക്ക് ഇംഗ്ലീഷ് വായിക്കാം. ഇൻ ദ പിക്ചർ എ സർക്കിൾ ഈസ് ഡ്രോൺ with a line as diameter and a smaller circle with half the line as diameter. കണ്ടോ, ഒരു ലൈൻ ഡയമീറ്റർ ആയിട്ട് ഒരു വലിയ സർക്കിൾ വരച്ചിരിക്കുന്നു. അതിന്റെ ഹാഫ് ലെങ്ത് ഉള്ള മറ്റൊരു ഹാഫ് ലെങ്ത് ഡയമീറ്റർ ഉള്ള മറ്റൊരു ചെറിയൊരു സർക്കിളും വരച്ചിരിക്കുന്നു. പ്രൂവ് ദാറ്റ്. എന്താണ് തെളിയിക്കേണ്ടത്? എനി കോഡ് ഓഫ് ദ ലാർജർ സർക്കിൾ. കണ്ടോ, അതായത് ലാർജർ സർക്കിളിൽ നിന്ന് ഒരു കോഡ് വരച്ചു. ത്രൂ ദ പോയിന്റ് വേർ ദ സർക്കിൾസ് മീറ്റ്. ആ കോഡ് ചെറിയ സർക്കിളിനെ മീറ്റ് ചെയ്യുകയാണ്. ആ മീറ്റ് ചെയ്യുന്ന പോയിന്റ് ഈസ് ബൈസെക്റ്റഡ് ബൈ ദ എന്താണ് സ്മോൾ സർക്കിൾ. സ്മോൾ സർക്കിൾ ആ കോഡിനെ ബൈസെക്ട് ചെയ്യും. ബൈസെക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ സമഭാഗമായിട്ട് ചെയ്യും, സമഭാഗം ചെയ്യുക, സമമായി ഭാഗിക്കുക ചെയ്യും എന്നാണ് ഇവിടെ എന്ത് ചെയ്യേണ്ടത്? തെളിയിക്കേണ്ടത്. നമുക്ക് ഉത്തരം ചെയ്യാം. അപ്പൊ പടം ഞാനിവിടെ വരച്ചിട്ടുണ്ട്. ഒരു വലിയ വൃത്തം, അതിന്റെ ഡയമീറ്റർ വരച്ചിരിക്കുന്നു, അതിന്റെ വ്യാസമാണ്. ആ വ്യാസത്തിന്റെ പകുതി വ്യാസമുള്ള മറ്റൊരു വൃത്തം കൊണ്ട്. അപ്പൊ ഈ ദൂരവും സെയിം ആണ്. കാരണം ഈ മൊത്തം നീളത്തിന്റെ പകുതിയാണ് ഇതിന്റെ വ്യാസം. ഓക്കെ, അപ്പൊ ഇത് മിഡിൽ പോയിന്റ് ആണെന്ന് മനസ്സിലായി. ഓക്കെ, ആ വ്യാസമായിട്ട് ഒരു ചെറിയ വൃത്തവും വരച്ചിരിക്കുന്നു. ഓക്കെ, ഇനി ഈ രണ്ട് സർക്കിളിലും കൂടി കടന്നു പോകുന്ന ഒരു കോഡ്, ഒരു ഞാൻ വരച്ചിരിക്കുന്നു. ഓക്കെ, ആ ഞാനിനെ നമ്മുടെ ചെറിയ സർക്കിൾ ഇവിടെ കട്ട് ചെയ്യുന്നുണ്ടല്ലോ, അത് ബൈസെക്ട് ചെയ്യുന്നു. ബൈസെക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഈ ഞാൻ എത്ര നീളമുണ്ടോ അതിന്റെ കൃത്യം പകുതിയിലൂടെയാണ്, മിഡിലൂടെയാണ് ഈ ചെറിയ സർക്കിൾ കടന്നു പോകുന്നത് പ്രൂവ് ചെയ്യാം. അതായത് ഇവിടുന്ന് ഇവിടം വരെയുള്ള നീളവും ഇവിടുന്ന് ഇവിടം വരെയുള്ള നീളവും തുല്യമാണെന്ന് നമുക്ക് തെളിയിക്കണം. അപ്പൊ ഇത് പ്രൂവ് ചെയ്യണമെങ്കിൽ നമുക്കിവിടെ രണ്ട് ത്രികോണങ്ങളാക്കണം. അപ്പൊ നമുക്ക് ആദ്യം ഈ കൊച്ചു വൃത്തത്തിൽ ഒരു ത്രികോണം ഇങ്ങനെ വരച്ചു കൊടുക്കാം, വലിയ വൃത്തത്തിൽ ഇങ്ങനെ വരച്ചു കൊടുക്കാം. അപ്പൊ രണ്ട് ത്രികോണങ്ങൾ ലഭിച്ചില്ലേ? വലിയ വൃത്തത്തിൽ വലിയ ത്രികോണം, ചെറിയ വൃത്തത്തിൽ ചെറിയ ത്രികോണം. ഓക്കെ, എന്നിട്ട് ഇനി നമുക്ക് ഇതിൽ ഓരോ പോയിന്റിന് പേര് കൊടുക്കാം. വൃത്ത കേന്ദ്രത്തെ നമുക്ക് O എന്ന് കൊടുക്കാം. ഓക്കെ, ഇതിന് A, B, C എന്ന് കൊടുക്കാം, ഇത് D എന്ന് കൊടുക്കാം. ഓക്കെ, അപ്പൊ രണ്ട് ത്രികോണങ്ങളാണ് ABC, AOD. ഓക്കെ, ഇങ്ങനെ രണ്ട് ത്രികോണങ്ങളാണ്. എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്? AD സമം CD എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. കണ്ടോ, അതായത് AB യുടെ പകുതിയാണ് AO. അത് ചോദ്യത്തിൽ തന്നിട്ടുണ്ട്. കാരണം ആദ്യത്തെ വലിയ സർക്കിളിന്റെ ഡയമീറ്ററിന്റെ ഹാഫ് ലെങ്ത് ആണ് ചെറിയ സർക്കിളിന്റെ ഡയമീറ്റർ എന്ന് ചോദ്യത്തിൽ തന്നിട്ടുണ്ട്. അതുകൊണ്ട് AOയും BOയും എന്താണ്? തുല്യമാണ്. നമ്മൾ 9ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. രണ്ട് ട്രയാങ്കിൾ എടുത്തു കഴിഞ്ഞാൽ കണ്ടോ, ആ ട്രയാങ്കിൾ സിമിലർ ട്രയാങ്കിൾ ആണെങ്കിൽ, എപ്പോഴാണ് സിമിലർ ട്രയാങ്കിൾ ആവുന്നത്? രണ്ട് ട്രയാങ്കിളിന്റെ 3 ആംഗിൾ ഈക്വൽ ആവുകയാണെങ്കിൽ. ഒന്നുകൂടെ ശ്രദ്ധിക്കുക, രണ്ട് ട്രയാങ്കിളിന്റെ 3 ആംഗിൾസ് ഈക്വൽ ആവുകയാണെങ്കിൽ അത് സിമിലർ ട്രയാങ്കിൾ ആണ്. ഓക്കെ, ആ സിമിലർ ട്രയാങ്കിളിന്റെ സൈഡ്സ് പ്രൊപ്പോർഷണൽ ആയിരിക്കും. തുല്യ ത്രികോണങ്ങളുടെ സമാന വശങ്ങൾ ആനുപാതികമായിരിക്കും. നമ്മൾ 9ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് തുല്യ ത്രികോണമാണോ? ഈ രണ്ട് തുല്യ ത്രികോണമാണെങ്കിൽ AOയും ABയും തമ്മിലുള്ള റേഷ്യോ തന്നെയായിരിക്കും ADയും ACയും തമ്മിലുള്ളത്. അപ്പൊ ABയുടെ പകുതിയാണല്ലോ AO, അപ്പൊ ഉറപ്പായിട്ടും ACയുടെ പകുതിയായിരിക്കും AD. അപ്പൊ നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളതായില്ലേ? അപ്പൊ ആ രീതിയിലാണ് നമ്മൾ ഇത് പ്രൂവ് ചെയ്യുന്നത്. ആദ്യം നമുക്ക് ഈ രണ്ട് ത്രികോണങ്ങളിലെ കോണുകൾ നോക്കാം. ഓക്കെ, ഇൻ ട്രയാങ്കിൾ ADO ആൻഡ് ട്രയാങ്കിൾ ACB, ഈ രണ്ട് ട്രയാങ്കിൾ എടുക്കുകയാണ്. ADO എന്ന് പറയുന്ന ചെറിയ ട്രയാങ്കിൾ, ACB എന്ന് പറയുന്ന വലിയ ട്രയാങ്കിൾ. അതിൽ കോൺ ADO കണ്ടോ, കോൺ ADO എന്ന് പറയുമ്പോൾ ഈ കോണല്ലേ, ഇതും കോൺ ACB, ഇത് രണ്ടും തുല്യമാണ്.
തുല്യമാണെന്നല്ല, അത് 90 ഡിഗ്രി. തുല്യമാണെന്ന് മാത്രമല്ല, അത് 90 ഡിഗ്രിയാണ്. എന്താണ് കാരണം? റീസൺ എഴുതണം നമ്മൾ. നോക്കിക്കേ, ഇത് വ്യാസമല്ലേ, അപ്പൊ ഇത് സെമി സർക്കിൾ അല്ലേ. സെമി സർക്കിൾ ആണെങ്കിൽ അതിനകത്തുള്ള ആ വൃത്തത്തിലെ കോൺ 90 ഡിഗ്രി ആയിരിക്കുമല്ലോ, കേട്ടോ. അതുപോലെ ഇത് വ്യാസമാണ്, എ ബി വ്യാസമാണ്. അപ്പൊ ഇത് സെമി സർക്കിളായി. ആ സെമി സർക്കിളിലെ ആംഗിൾ ആണ് കോൺ എ സി ബി. അപ്പൊ സെമി സർക്കിൾ ആണെങ്കിൽ വ്യാസത്തിലെ രണ്ട് ബിന്ദുക്കളാണെങ്കിൽ ജോയിച്ചതിന്റെ മൂന്നാമതൊരു വൃത്തത്തിലെ ബിന്ദു യോജിപ്പിച്ച് വരയ്ക്കുന്ന കോൺ 90 ഡിഗ്രി ആയിരിക്കും എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് റീസൺ എഴുതാം. എന്താണ്? ആംഗിൾസ് ഇൻ ദ സെമി സർക്കിൾ. അതായത് അർദ്ധവൃത്തത്തിലെ കോണുകൾ എന്നാണ്. അപ്പൊ മലയാളത്തിൽ വായിക്കാം. ഇൻ ട്രയാങ്കിൾ ADO ആൻഡ് ട്രയാങ്കിൾ ACB, ത്രികോണം ADO, ത്രികോണം ACB എന്നിവയിൽ, എന്നിവയിൽ എന്നാണ് മലയാളത്തിൽ പറയുന്നത്. കോൺ ADO സമം കോൺ ACB സമം 90 ഡിഗ്രി. അതിന്റെ കാരണം എഴുതണം. അർദ്ധവൃത്തത്തിലെ കോണുകൾ, കണ്ടോ? ആംഗിൾസ് ഇൻ ദ സെമി സർക്കിൾ, അർദ്ധവൃത്തത്തിലെ കോണുകളായതുകൊണ്ടാണ് 90 ഡിഗ്രി വന്നത്. ഇനി നമുക്ക് നോക്കാം, ഈ കോൺ എ നോക്കാം. കോൺ എ ചെറിയ ത്രികോണത്തിലേക്ക് ഒരു കോണാണ്, വലിയ ത്രികോണത്തിലേക്ക് ഒരു കോണാണ്. ശരിയല്ലേ? ചെറിയ ത്രികോണത്തിന്റെ പേര് ADO, അതിലും A ഉണ്ട്. വലിയ ത്രികോണത്തിന്റെ പേരാണ് ACB, അതിലും A ഉണ്ട്. അപ്പൊ കോൺ A സമം കോൺ A എന്താണ്? കോമൺ ആംഗിൾ. കോമൺ ആംഗിൾ ആണ്, പൊതു കോൺ എന്ന് എഴുതണം. പൊതു കോൺ, കോമൺ ആംഗിൾ, പൊതു കോണായത് കാരണം അത് രണ്ടും തുല്യം. ഓക്കെ, അപ്പോ രണ്ട് ട്രയാങ്കിളിലെ രണ്ട് ആംഗിൾസ് ഈക്വൽ. അങ്ങനെയാണെങ്കിൽ മൂന്നാമത്തെ ആംഗിൾ ഓട്ടോമാറ്റിക്കലി ഈക്വൽ ആയിരിക്കും. കാരണം മൂന്നും കൂടെ കൂടുമ്പോൾ 180 ആണല്ലോ. അപ്പൊ രണ്ട് ആംഗിൾ ഈക്വൽ ആണെങ്കിൽ മൂന്നാമത്തെ ആംഗിൾ ഈക്വൽ ആയിരിക്കും. സിൻസ് ടു ആംഗിൾസ് ഓഫ് ദീസ് ട്രയാങ്കിൾസ് ആർ ഈക്വൽ, the third angles are also equal. കണ്ടോ? ഈ ത്രികോണങ്ങളിലെ രണ്ട് കോണുകൾ തുല്യമായതിനാൽ മൂന്നാമത്തെ കോണുകളും തുല്യമായിരിക്കും. ഈ ത്രികോണങ്ങളിലെ രണ്ട് കോണുകൾ തുല്യമായതിനാൽ മൂന്നാമത്തെ കോണുകളും തുല്യമായിരിക്കും. സിൻസ് ടു ആംഗിൾസ് ഓഫ് ദീസ് ട്രയാങ്കിൾസ് ആർ ഈക്വൽ. ഈ രണ്ട് ട്രയാങ്കിളിലെ രണ്ട് ആംഗിൾ ഈക്വൽ അല്ലേ നമ്മൾ എഴുതിയത്? 1, 2 രണ്ട് ആംഗിൾ ഈക്വൽ ആണ്. അതുകൊണ്ട് മൂന്നാമത്തെ ആംഗിൾ എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അങ്ങനെ മൂന്ന് ആംഗിൾ ഈക്വൽ ആണെങ്കിൽ therefore these triangles are similar triangles. Therefore these are similar triangles. കണ്ടോ? അതുകൊണ്ട് ഈ ട്രയാങ്കിൾസ് എങ്ങനെയുള്ള ട്രയാങ്കിൾസ് ആണ്? സിമിലർ ട്രയാങ്കിൾസ് ആണ്. therefore ഇവ സമാന ത്രികോണങ്ങളാണ്. അപ്പൊ ത്രികോണ ADO, ത്രികോണ ACB, ഈ രണ്ട് ത്രികോണങ്ങൾ എങ്ങനെയുള്ള ത്രികോണങ്ങളാണ്? സമാന ത്രികോണങ്ങളാണ്. ഓക്കെ, സമാന ത്രികോണങ്ങളുടെ വശങ്ങൾ എന്താണ്? ആനുപാതികമാണ്. അതാണ് എഴുതുന്നത്. സൈഡ്സ് ഓഫ് സിമിലർ ട്രയാങ്കിൾസ് ആർ, ഞാൻ ട്രയാങ്കിൾസിന് ട്രയാങ്കിൾ എഴുതിയിട്ട് എസ് എന്ന് എഴുതാം. നിങ്ങൾ ട്രയാങ്കിൾസ് ഫുൾ തന്നെ എടുക്കണം. സൈഡ്സ് ഓഫ് സിമിലർ ട്രയാങ്കിൾസ് ആർ പ്രൊപ്പോർഷണൽ. സൈഡ്സ് ഓഫ് സിമിലർ ട്രയാങ്കിൾസ് ആർ പ്രൊപ്പോർഷണൽ. സമാന ത്രികോണങ്ങളുടെ വശങ്ങൾ ആനുപാതികമാണ്. സമാന ത്രികോണങ്ങളുടെ വശങ്ങൾ ആനുപാതികമാണ്. അപ്പൊ നമ്മൾ ഇത് വന്നത് എന്തിനാണെന്ന് മനസ്സിലായല്ലോ. രണ്ട് ട്രയാങ്കിൾ എടുത്തു, രണ്ട് ട്രയാങ്കിളിന്റെ 3 ആംഗിൾ ഈക്വൽ ആണെന്ന് എടുത്തു. അങ്ങനെ 3 ആംഗിൾ ഈക്വൽ ആണെങ്കിൽ അത് സിമിലർ ട്രയാങ്കിൾ ആയി. സിമിലർ ട്രയാങ്കിൾ ആണെങ്കിൽ സൈഡ്സ് പ്രൊപ്പോർഷൻ ആണ്. അപ്പൊ AOയും ABയും നമ്മൾ അതേ പ്രൊപ്പോർഷൻ ആയിരിക്കും ADയും ACയും. അപ്പൊ ABയുടെ മിഡിൽ പോയിന്റ് ആണ് O, അപ്പൊ ACയുടെ മിഡിൽ പോയിന്റ് ആകും D. അതാണല്ലോ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഇതാണ് ഇങ്ങനെയാണ് നമ്മുടെ ഇതിന്റെ ലോജിക്ക്. ഇത് പ്രൂവ് ചെയ്യുന്നത് ഇത് നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇത് ആൻസർ ചെയ്യാൻ പറ്റുകയുള്ളൂ. ബാക്കി നമുക്ക് ഇത് തൂത്തിട്ട് എഴുതാം. അപ്പോ സൈഡ്സ് പ്രൊപ്പോർഷണൽ ആണെന്ന് എഴുതിയല്ലോ. സമാന ത്രികോണങ്ങളുടെ വശങ്ങൾ ആനുപാതികമാണ്. അങ്ങനെയെങ്കിൽ ഇവിടെ ആരൊക്കെയാണ് സമാനത്വം? ഈ ചെറിയ ത്രികോണത്തിന്റെ ഒരു വശമാണ് ഈ AO. കണ്ടോ? ചെറിയ ത്രികോണത്തിന്റെ ഒരു വശമാണ് AO. അതിന് സമാനമായ വലിയ ത്രികോണത്തിന്റെ വശമല്ലേ AB. അതായത് ചെറിയ ത്രികോണത്തിന്റെ ഡയഗണലാണ് AO. അപ്പൊ വലിയ ത്രികോണത്തിന്റെ ഡയഗണൽ ആരാണ്? AB. അത് താഴെ എഴുതണം. ഇങ്ങനെ എഴുതുന്നതിന് പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത് ഒരു ത്രികോണത്തിന്റെ അംശമായിട്ട് എഴുതിയാൽ അതിന് തുല്യമായ എന്ന് പറഞ്ഞാൽ അതിന്റെ സമാനമായ വശം
വലിയ ത്രികോണത്തിന്റെ ഛേദമായിട്ട് എഴുതണം. AO ബൈ AB സമം എന്തായിരിക്കും? AD ബൈ AC ആയിരിക്കും. AD ബൈ AC. ഓക്കെ, ഇനി നമുക്ക് ഇതിൽ AO യെ x എന്ന് സങ്കല്പിക്കാം. AO സമയം x ആയാൽ AB സമയം എന്തായിരിക്കും? കാരണം AB യുടെ പകുതിയാണ് AO എന്ന് ചോദ്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ AB 2x ആവും. അപ്പൊ if AO സമം x, AO സമം x ആയാൽ AB സമം എന്തായിരിക്കും? AB സമം 2x ആയിരിക്കും. ശരിയല്ലേ? നമുക്ക് ഈ വരെ ഇട്ട് കൊടുക്കാം. AOയുടെ സ്ഥാനത്ത് x, AB യുടെ സ്ഥാനത്ത് 2x is equal to AD by AC. x by 2x സമം AD by AC. x നകത്ത് x ഒരു പ്രാവശ്യം താഴെ x വെട്ടിപ്പോയി. അപ്പൊ ഒന്നുകൂടെ മേലെ എഴുതണം. അപ്പൊ AD by AC സമം നമുക്ക് 1/2 എന്ന് കിട്ടും. ഇവിടെ 1/2. ഓക്കെ, x നകത്ത് x ഒരു പ്രാവശ്യം ഈ x ആയിട്ട് വെട്ടിപ്പോയി. അപ്പൊ 1/2. AD by AC സമം 1/2. ഇനി നമുക്ക് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. എന്താണ്? AC into 1 എന്ന് പറയുമ്പോൾ AC തന്നെയാണ് അല്ലെ? ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ AC into 1. അപ്പൊ ഒന്നിനെ ഏത് സംഖ്യ വിളിച്ചാൽ അത് തന്നെയാണ് AC. അപ്പൊ 2 into AD, 2 into AD. ഇത് രണ്ടും തമ്മിൽ ഗുണിക്കുമ്പോൾ 2 into AD. അതായത് AC എന്ന് പറഞ്ഞാൽ AC ആരാണ് നോക്കൂ? AC എന്ന് പറയുന്നത് 2 AD ആണ്. AD യുടെ ഇരട്ടിയാണ്. അങ്ങനെയാണെങ്കിൽ D എന്ന് പറയുന്ന ബിന്ദു, therefore D is the midpoint of AC. ശരിയല്ലേ? AC എന്ന് പറയുന്ന വര AD യുടെ ഇരട്ടിയാണ്. അങ്ങനെയാണെങ്കിൽ D എന്ന് പറയുന്ന ബിന്ദു തീർച്ചയായിട്ടും AC യുടെ എന്താവണം? മിഡ് പോയിന്റ് ആകണം. therefore D is the midpoint of AC. therefore AC യുടെ മധ്യബിന്ദുവാണ് D എന്ന് എഴുതണം. AC യുടെ മധ്യബിന്ദുവാണ് D. D AC യുടെ മിഡ് പോയിന്റ് ആയതുകൊണ്ട് the small circle bisects the chord AC. ഉണ്ടോ? അപ്പൊ the small circle, ചെറിയ സർക്കിൾ ഉണ്ടല്ലോ, അത് ബൈസെക്ട് ചെയ്യുന്നു. ആരെ? കോഡ് AC. മലയാളം മീഡിയത്തിൽ പറയുകയാണെങ്കിൽ therefore ചെറിയ വൃത്തം AC എന്ന ഞാണിനെ സമഭാഗം ചെയ്യുന്നു. therefore ചെറിയ വൃത്തം AC എന്ന ഞാണിനെ സമഭാഗം ചെയ്യുന്നു എന്ന് എഴുതുക. ഓക്കെ, ഇന്നത്തെ കണക്കുകൾ പൂർണ്ണമാവുകയാണ്. പുതിയ കണക്കുകളുമായി വീണ്ടും വരും അടുത്ത വീഡിയോയിൽ. അതുവരെ ഗുഡ് ബൈ.